ഹായ് ഹലോ. ഇപ്പൊ ചന്ദ്രികയിൽ അലീന ചന്ദ്രാനന്ദത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ചന്ദ്രികയിൽ അലീന ചന്ദ്രാനന്ദം വളരെ നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് എനിക്കിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗാഥയുടെ ജന്മരഹസ്യം എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം, എന്നിട്ട് ഗാഥയെ ആ വീട്ടിൽ നിന്നും പിടിച്ചുകൊണ്ട് പോകണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ബാലാജിയും ബാവച്ചനൊക്കെ കൂടി തന്ത്രങ്ങൾ മെനയുമ്പോൾ ആ ഒരു തന്ത്രങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കാൻ വേണ്ടിയിട്ട് നന്ദയും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നന്ദയും മഹേശ്വരനും ആ ഒരു ശ്രമങ്ങളും നടത്തുമ്പോൾ അതിനൊപ്പം തന്നെ ഇന്ത്യവരത്തിൽ ആരും ഈ ഒരു രഹസ്യം അറിയാൻ പാടില്ല എന്നുള്ളൊരു നീക്കം കൂടി അത് നടത്തുന്നുണ്ട്. എന്നാൽ ഈ ഒരു നീക്കങ്ങളെല്ലാം പൊളിക്കാൻ വേണ്ടിയിട്ട് പിങ്കിയും കൂട്ടരും കൂടി നിൽക്കുമ്പോൾ ആരുടെ ഭാഗമായിരിക്കും വിജയിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഗാഥ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം തന്റെ അച്ഛനെ കാണാൻ പറ്റിയതിന്റെ കൂടെ തന്നെ തനിക്ക് മറ്റൊരു അമ്മയെ കൂടി കിട്ടിയിരിക്കുന്നു. ആ അമ്മയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ തനിക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു അമ്മയുടെ സ്നേഹവും വാത്സല്യത്തിന്റെയും ഭാഗമായിട്ട് എനിക്കൊരു കമ്മൽ കിട്ടി. ആ കമ്മലൊക്കെ നോക്കിയിരിക്കുന്ന സമയത്താണ് ഗാഥയ്ക്ക് തന്റെ അച്ഛൻ മുൻപ് തന്ന ഒരു സമ്മാനത്തെ പറ്റി ഓർമ്മ വരുന്നത്. ആ ഒരു 10ാം ക്ലാസ്സിൽ ഞാൻ ഫുൾ A+ വാങ്ങിച്ച് നല്ലപോലെ മാർക്കോടെ പാസ്സായപ്പോൾ എന്റെ അച്ഛൻ എനിക്ക് തന്ന ഒരു പേനയുണ്ട്, നല്ല ഫോറിൻ പെന്നുണ്ട്. അപ്പൊ അത് ആ ഒരു ഭംഗിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദ വന്നതിന് ശേഷം അത് പിടിച്ചു വാങ്ങിച്ചിട്ട് നന്ദ കളിപ്പിക്കുന്നുണ്ട്. ആ സമയത്താണ് ഗാഥ ഇതിനെ പറ്റി പറയുന്നത്, ഈ ഒരു സമ്മാനം കിട്ടിയതിനെ പറ്റി പറയുന്നത്. അങ്ങനെ അച്ഛൻ തന്ന ആ ഒരു സമ്മാനമാണ് ഇപ്പോഴും എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. അങ്ങനെ ആ സമ്മാനമൊക്കെ എടുത്ത് കാണിക്കുകയും അതിന്റെ കൂടെ തന്നെ ഗാഥ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അന്ന് അച്ഛൻ എന്നോട് മറ്റൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു സമ്മാനം കിട്ടിയതിന്റെ കൂടത്ത് നോക്കി എന്ത് വേണം, അല്ലെങ്കിൽ എന്ത് ആഗ്രഹമാണ് പറഞ്ഞോളൂ, ഞാനത് നിറവേറ്റി തരാം എന്ന് ഗാഥയോട് അച്ഛൻ ചോദിക്കുകയും, എന്നാൽ ഗാഥ പറഞ്ഞത് തന്റെ രക്തത്തിലുള്ള തനിക്ക് സ്വന്തമായിട്ടുള്ള തന്റെ ചേട്ടൻ ഗൗതം ചേട്ടനെ എനിക്ക് കാണണം എന്നാണ് ഗാഥ ആ ഒരു സമയത്ത് തന്റെ അച്ഛനോട് ആവശ്യപ്പെട്ടത്. പക്ഷെ മഹേശ്വരന് ആ ഒരു സമയത്ത് ഗാഥ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സാഹചര്യം അല്ലാത്തത് കൊണ്ട് തന്നെ ഗൗതമിനെ കാണിക്കാനുള്ള അവസരം ഗാഥയ്ക്ക് കിട്ടിയിരുന്നില്ല. എന്നാൽ ഇപ്പോ എനിക്ക് ആ ഒരു അവസരം കിട്ടി. അതും എന്റെ നന്ദേച്ചി കാരണമാണ് എനിക്ക് ഗൗതമിനെ കാണാനുള്ള അവസരം കിട്ടിയത്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ എനിക്കിപ്പോ സ്വന്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. അമ്മ, അച്ഛൻ, പിന്നെ ചേട്ടൻ, കുടുംബക്കാര്, അതിന്റെ ഒപ്പം തന്നെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള, നല്ല സ്നേഹനിധിയായിട്ടുള്ള ഒരു ഏട്ടത്തി അമ്മ എനിക്ക് കിട്ടി. അതിന്റെ ഭയങ്കര സന്തോഷത്തിലാണ് ഞാനെന്നൊക്കെ പറഞ്ഞ് നന്ദയോട് ഓരോ കാര്യങ്ങൾ പറയുകയും അങ്ങനെ നന്ദ ഗാഥയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ആ ഒരു രംഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരുടെ ഇടയിലുള്ള ഈ ഒരു സ്നേഹം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും അവിടെ ഗൗതമിന്റെ മനസ്സിൽ ചില സംശയങ്ങൾ ഇങ്ങനെ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നന്ദ ഗൗതമിനോട് സംസാരിച്ച് ചായ കൊണ്ടുകൊടുത്ത് സംസാരിക്കുന്ന സമയത്താണ് ഗൗതം ചോദിക്കുന്നത്, ഗാഥയെ പറ്റി എന്തെങ്കിലും അഭിപ്രായമുണ്ടോ, അല്ലെങ്കിൽ ഗാഥയെ പറ്റി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്നൊക്കെ നന്ദയോട് ചോദിക്കുന്നുണ്ട്. എന്താ കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഗാഥ ഇവിടെ വന്നതിന് ചെറിയൊരു ഉദ്ദേശമുണ്ട്. ഇപ്പം അച്ഛന്റെ ആ ഒരു എസ്റ്റേറ്റില് ആ ഒരു തിരുമറയെ പറ്റി ആദ്യം നന്ദയോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ നന്ദയ്ക്ക് അതിനെപ്പറ്റി അറിയത്തില്ല എന്നും, പക്ഷെ തനിക്ക് ഈ ഒരു പണത്തിന്റെ കാര്യങ്ങളൊന്നും കണക്കോ കാര്യങ്ങളൊന്നും തനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അതിനെപ്പറ്റി അറിയത്തില്ല. ഞാൻ അതുകൊണ്ട് അത് അന്വേഷിക്കാനും പോകത്തില്ല. പക്ഷെ അമ്മയുടെ മനസ്സിൽ ഇപ്പോഴെന്ന് പറയുമ്പോൾ അച്ഛന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തിരുമറി നടന്നെങ്കിൽ പോലും അച്ഛൻ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ചിലവാക്കിയത് എന്നുള്ളൊരു തീരുമാനമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമാണ് അമ്മയുടെ മനസ്സിൽ നിൽക്കുന്നത് എന്ന് ഗൗതമിനോട് പറയുന്നുണ്ട്. അപ്പൊ ഗൗതം ഇത് സന്തോഷത്തോടെ ചിരിച്ച് കേട്ടതിന് ശേഷം ഗൗതം മറ്റൊരു കാര്യം കൂടി ചോദിച്ചു. ഗാഥ ഇവിടെ വന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ ഗാഥ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് നന്ദയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ തന്നെ നന്ദ ഭയങ്കര ഷോക്കായി പോയി. കാരണം ഒരു കാരണവുമില്ലാതെ എന്തുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഗൗതം സാർ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് ഗൗതം നന്ദയോട് ഈ കാര്യം പറയുന്നത്. എനിക്ക് ചെറിയ സംശയങ്ങളുണ്ട്. കാരണം വേറെ എന്തോ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഗാഥ ഇവിടെ എത്തിപ്പെട്ടത് എന്നാണ് എന്റെ ഒരു ചെറിയ സംശയം. കാരണം ഒരു പരിചയവും ഇല്ലാതെ ഇപ്പൊ നന്ദ അവിടെ ചെമ്പമ്മേട്ടിൽ വെച്ച് ഗാഥയെ കാണാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നന്ദ എന്നോട് പറഞ്ഞു. ആ ഒരു സാഹചര്യത്തില് അപ്രതീക്ഷിതമായിട്ടാണ് നന്ദ ഗാഥയെ പരിചയപ്പെടുന്നതും അങ്ങനെ സാഹചര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം, പ്രശ്നങ്ങൾ അറിഞ്ഞതിന് ശേഷം ഗാഥ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും. അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഗാഥയെ പറ്റി ഒന്നും അറിയത്തില്ല. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം അച്ഛന്റെ ജീവൻ രക്ഷിച്ച ആ ഒരാളുടെ മകളാണ് ഗാഥ എന്നുള്ള ഒരു സത്യം എല്ലാവരും തിരിച്ചറിയുന്നു. അങ്ങനെ ആ ഒരു കാര്യമെല്ലാം ഒരു കെട്ടിച്ചമച്ച കഥ പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് നന്ദയോട് പറയുമ്പോൾ നന്ദ പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല.
അങ്ങനെയൊന്നും സാർ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോ നമ്മള് പലരുടെയും ജീവിതത്തിലെ കെട്ടിച്ചമച്ച കഥ പോലെ പല സംഭവങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും അത് വെറും കഥകൾ മാത്രമാണെന്ന്. പക്ഷെ അത് ഒരിക്കലും കഥകൾ മാത്രമല്ല, അത് യഥാർത്ഥത്തിൽ അവരുടെ ഒരു ജീവിതമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളാണ് എന്ന് ഒരിക്കലും നന്ദ അവിടെ അവിടെ ഇപ്പൊ ഗൗതമ സാറാണെങ്കിലും വേറെ ആരാണെങ്കിലും അത് മനസ്സിലാക്കുന്നില്ല എന്ന് നന്ദ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരിക്കലും കെട്ടിച്ചമച്ച കഥകൾ മാത്രമല്ല, ഇത് യഥാർത്ഥ സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും ഗൗതം അത് നന്ദ പറയുന്നത് കേട്ടിട്ടൊന്നും ഗൗതമിന് അത് വിശ്വാസം വരുന്നില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങൾ കിടന്ന് പുകയുന്നുണ്ട് എന്ന് ഗൗതമിന് മനസ്സിലായി. അങ്ങനെ നന്ദ പോകുന്നുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം ഏകദേശം ആളി കത്താതെ ആ ഒരു കാട്ടുതീ അണഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. രാവിലെ തന്നെ അങ്ങനെ നമ്മുടെ മിഥുൻ ഇന്ദിവരത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ മിഥുനെ കണ്ടോടനെ തന്നെ പവിത്ര ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇവിടെ വന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മുടെ നന്ദയും പിന്നെ ഗാഥയും കൂടി ഇറങ്ങി വരുന്നത്. അപ്പൊ മിഥുനെ കണ്ടപ്പോ തന്നെ എന്തെന്നില്ലാത്തൊരു പുഞ്ചിരി ഗാഥയുടെ മുഖത്ത് കാണാമായിരുന്നു. അത്രത്തോളം ഒരുപാട് നമ്മൾ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരാളെ കണ്ടതുപോലെയാണ് ഗാഥയുടെ മുഖത്ത് ആ ഒരു എക്സ്പ്രഷനും ആ ഒരു പുഞ്ചിരിയും ആ ഒരു ആഹ്ലാദവും ഒക്കെ തോന്നിയത്. അങ്ങനെ മിഥുനെ കണ്ടപ്പോ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ ഗാഥയുടെ ബുക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് തരാൻ വേണ്ടി വന്നതാണെന്നും ഗാഥയുടെ അമ്മയാണ് തന്നു വിട്ടത് എന്നുള്ള ഒരു കാര്യം പവിത്രയോട് പറയുന്നുണ്ട്. അപ്പൊ ഗാഥയുടെ ആ ഒരു മുഖത്ത് പെട്ടെന്നുള്ള ചിരിയും ഗാഥയെ കണ്ടപ്പോ മിഥുന്റെ മുഖത്തുള്ള ഒരു നാണമൊക്കെ കണ്ടപ്പോ ഗാഥയും മിഥുനെയും നന്ദ കളിയാക്കുന്നുണ്ട്. അതിനുശേഷം വന്നതിന് ശേഷം ബുക്കൊക്കെ ഏറ്റുവാങ്ങുകയും അവിടെ എന്തൊക്കെയാണ് വിശേഷം, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് നന്ദയോട് മിഥുൻ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് വിശേഷം, ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തായി എന്ന് ചോദിക്കുമ്പോൾ നന്ദ പറയുന്നുണ്ട്, എന്താ ഞാൻ പറയാം എന്ന് പറഞ്ഞ് മിഥുനെയും ഗാഥയും കൂടി മാറ്റി നിർത്തി നന്ദ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നടന്ന വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കെട്ടിച്ചമച്ച കഥകളെ പറ്റി നന്ദ മിഥുനോട് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം പവിത്രയും പിങ്കിയും ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് കൊണ്ട് തന്നെ ഒന്ന് കേൾക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. പക്ഷെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിങ്കിയും പവിത്രയും കണ്ടു. അങ്ങനെ സംസാരത്തിന് ശേഷം കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആയല്ലോ, ഏതായാലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയതിൽ നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ പറ്റി പറയുന്നുണ്ട്. എന്തായാലും മിഥുന്റെ ഈ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു പെരുമാറ്റവും പിന്നെ ഗാഥയുടെ ആ ഒരു ചിരിയും ആ ഒരു നാണമൊക്കെ കാണുമ്പോഴേ നന്ദയ്ക്ക് ഏകദേശം മനസ്സിലായി. അപ്പൊ എന്തായാലും വന്ന കാര്യം കഴിഞ്ഞില്ല, ഇനി പൊക്കോ എന്നൊക്കെ പറഞ്ഞ് നന്ദ മിഥുനെ കളിയാക്കി വിടുന്നുണ്ട്. അങ്ങനെ മിഥുൻ പോയതിനു ശേഷവും പവിത്രയും പിങ്കി കൂടി പറയുന്നുണ്ട്, ഈ മിഥുൻ ഇവിടെ വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പവിത്ര പറയുമ്പോൾ പിങ്കി പറഞ്ഞത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മിഥുൻ നമുക്ക് ആവശ്യമുള്ള ഒരാളാണ്, അവനെ വെച്ച് കെട്ടിച്ചമച്ച് കഥകൾ ഉണ്ടാക്കിയാൽ നമുക്ക് പലരെയും തകർക്കാനായിട്ട് സാധിക്കും, അതുകൊണ്ട് മിഥുൻ നമ്മുടെ തുറുപ്പ് ചീട്ടാണ് എന്ന് പിങ്കി അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഗാഥ വന്നതിന് ശേഷം ബുക്കൊക്കെ എടുത്തോണ്ട് പോവുകയും നന്ദയോട് എന്താ അവിടെ ഗൂഢാലോചന ആയിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിങ്കിക്കും പവിത്രയ്ക്കും മുഖത്തടിച്ചതുപോലുള്ള ഒരു മറുപടിയും കൂടി നമ്മുടെ നന്ദ കൊടുക്കുന്നുണ്ട്. എന്തായാലും നന്ദയുടെ അടുത്ത് പിങ്കിയുടെയും പവിത്രയുടെയും ഒന്നും വില പോകത്തില്ല എന്ന് ഉറപ്പാണ്, അവരുടെ കളിയൊന്നും നന്ദയുടെ അടുത്ത് നടക്കത്തില്ല. അങ്ങനെ അവസാനം ചമ്മി നമ്മുടെ പിങ്കിയൊക്കെ കയറി പോകുന്നുണ്ട്. എന്നാലും ഗാഥ ഇവിടെ നിൽക്കുന്നതും ആ ഒരു ഉദ്ദേശം ഒട്ടും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അതിനെപ്പറ്റി ചില രഹസ്യങ്ങളല്ല അവരെ പറ്റിയുള്ള ഗാഥയെ പറ്റിയുള്ള ചെറിയ സംസാരങ്ങൾ അവിടെ ഇന്ദിവരത്തിൽ നടക്കുന്നുണ്ട്. ലക്ഷ്മിയും മഹേശ്വരനും പവിത്രയും പിന്നെ മോഹിനി പിങ്കിയൊക്കെ ഒരുമിച്ചിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ മഹേശ്വരനോട് ഗാഥയുടെ നിർത്താൻ പറ്റത്തില്ലെന്നും എന്ത് വിശ്വസിച്ച് അവളെ നിർത്താൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും പറയുന്നത് പോലെ ഒരുപാട് തർക്കങ്ങൾ നടത്തുകയും അവസാനം മഹേശ്വരൻ പറഞ്ഞത് അവളൊരു പാവം കുട്ടിയല്ലേ, അവളിവിടെ തൽക്കാലത്തേക്ക് നിന്നോട്ടെ, ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാണുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അവളെ ഇവിടെ നിന്ന് മാറ്റി നിർത്താം, അതുവരെ അവൾ ഇവിടെ നിന്നോട്ടെ എന്ന് മഹേശ്വരൻ പറയുകയും ഒന്നും മറുത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ മോഹിനിയൊക്കെ നിൽക്കുന്നുണ്ട്. അവസാനം മഹേശ്വരൻ എണീറ്റ് പോയതിന്റെ പിറകെ തന്നെ ലക്ഷ്മി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഗാഥ നല്ല കുട്ടിയാണ്, ആ കുട്ടി ഇവിടെ നിന്ന് ജീവിച്ചു പൊയ്ക്കോട്ടെ, നിങ്ങളായിട്ട് ഇനി വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവളുടെ ജീവിതം തകർക്കരുത് എന്ന് പറയുകയും ചമ്മി നാറ് നിൽക്കുന്ന പിങ്കിയുടെ മോഹിനിയുടെ ഒക്കെ മുഖമാണ് കണ്ട് അവസാനം കഥ അവസാനിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും മിഥുനും ഗാഥയും തമ്മിലുള്ള ഒരു പ്രണയം അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു പ്രണയം ഇങ്ങനെ പൂത്തുലയാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ പിങ്കിയുടെ മോഹിനിയുടെ പിന്നെ നമ്മുടെ പവിത്രയുടെയൊക്കെ ചെറിയ ചെറിയ നാറിയ കളികളൊക്കെ കളിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഗാഥ ഇവിടെ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അടുത്ത ആഴ്ച തന്നെ, അതായത് ഉടനെ തന്നെ നമ്മുടെ ഗാഥയുടെ വീട്ടിലോട്ട് ഗാഥയെ തേടി, അതായത് മഹേശ്വരന്റെ വീട്ടിലോട്ട് ഗാഥയെ തേടി മറ്റൊരു അതിഥിയും കൂടി വരുന്നുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ഇനി ഗാഥയുടെ ജന്മരഹസ്യം പുറത്താകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാതായിരിക്കും. ബൈ.